സ്വാമി ഉണരുന്ന സമയമാണ്. ഇത്രയും പരിപാവനമായ ഒരു മുഹൂർത്തത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു നോക്ക് ഭഗവാനെ കാണാൻ വേണ്ടി കാത്തുകെട്ടി കിടക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എല്ലാ ചാനലുകളും ഇതൊരു വളരെ ലൈവ് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കോടിക്കണക്കിന് രൂപ പല ചാനലുകളും നേടിയെടുക്കുന്നൊരു സന്ദർഭം കൂടിയാണത്. എല്ലാവരും അവരുടെ വീടുകളിൽ ഭക്തി പുരസ്സരം ഇരുന്ന് ഭഗവാന്റെ ആ മകര സംക്രമം കഴിഞ്ഞിട്ടുള്ള ആ നട തുറക്കുന്ന സമയം, ദീപാരാധന തുറക്കുന്ന സമയം പ്രാർത്ഥനയോടെ വീട്ടുകളിൽ നിന്ന് TV നോക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അവിടെയാണ് ഇത്തരമൊരു വ്യക്തി, ശ്രീ വാസവൻ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് മന്ത്രി, മറ്റെന്തു ആയിക്കൊണ്ട് പോട്ടെ, ദേവസ്വം ഭരിക്കുന്ന മന്ത്രി അവിടെ ഈ വളരെ നികൃഷ്ടമായ രീതിയിൽ വളരെ പുച്ഛത്തോടുകൂടി ഭഗവാനെ ഒരു നോക്ക് വണങ്ങാൻ പോലും തയ്യാറാകാതെ കയ്യും കെട്ടി നോക്കി നിന്നത്, അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഒരു ഭക്തനായ ഒരാൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഹിന്ദു സമാജത്തിൽ. നമസ്കാരം. ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി സുപ്രീം കോടതിയുടെ മറ പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിലെ ചില പോലീസുകാരും കൂടി യൗവനയുക്തകളായ 2 സ്ത്രീകളെ രായ്ക്ക് രായ്മാനം പോലീസ് യൂണിഫോമിൽ ശബരിമല സന്നിധാനത്തിൽ കയറ്റി തൊഴുവിപ്പിച്ചു എന്നുള്ള ഒരു ആക്ഷേപം ഇപ്പോഴും വിശ്വാസികൾക്ക് മറക്കാൻ സാധിച്ചിട്ടില്ല. ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി ഇടതുപക്ഷ സർക്കാരും പിണറായി വിജയന്റെ പോലീസുകാരും ഒന്നു ചേർന്ന് നടത്തിയ ഈ കടന്നാക്രമണത്തിൽ ഇനിയും വിശ്വാസികളായ മലയാളികൾക്ക് പൊറുക്കാറായിട്ടില്ല. ലോകം മുഴുവനുള്ള അയ്യപ്പ ഭക്തന്മാർക്കും ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ ഈശ്വര വിശ്വാസികൾക്ക് മറക്കാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. ഇനിയും അവർ അത് മറക്കില്ല. എന്നാൽ ഈ മണ്ഡലകാലത്തും ശബരിമലയിൽ ഭക്തജനങ്ങളെ അവഹേളിക്കുന്ന തരത്തിൽ പല്ലിടിച്ച് കാണിക്കുന്ന രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഭാഗത്തു നിന്നും അപമാനകരങ്ങളായ സംഭവങ്ങൾ അരങ്ങേറിയിരിക്കുന്നു. ദേവസ്വം വകുപ്പ് മന്ത്രിയായ വാസവനാണ് ഈ കഥയിലെ നായകൻ. ശബരിമല സന്നിധാനത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ് മണ്ഡലകാലത്തെ മകരവിളക്ക് മഹോത്സവകാലം. ശബരിമലയുടെ മനസാക്ഷി മകരജ്യോതിയായി പൂത്തിറങ്ങുന്ന സമയമാണ് എന്നാണ് വിശ്വാസികൾ ഇതിനെ പറയുന്നത്. തിരുവാഭരണ വിഭൂഷിതനായ ശാസ്താവിനെ കണ്ണിറിയെ കണ്ടു തൊഴുവാൻ, മാനത്ത് മകര നക്ഷത്രം കണ്ടു തൊഴുവാൻ, മാനത്തുയരുന്ന മകരജ്യോതി കണ്ടു തൊഴുവാൻ വേണ്ടി കോടിക്കണക്കിന് ആളുകളാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. ശബരിമല സന്നിധാനം അക്ഷരാർത്ഥത്തിൽ പെരുങ്കടലായി മനുഷ്യ മഹാസമുദ്രമായി മാറുന്ന ഈ സമയത്താണ് ഒരാൾക്ക് ഒരു നിമിഷം പോലും ദർശന സൗഭാഗ്യം ലഭിക്കാതെ അത്ര കണ്ട് തിരക്കായിരിക്കുന്ന ശബരിമലയിലാണ് മണ്ഡല മകരവിളക്കിൻ്റെ സന്ധിക്കുള്ള ദീപാരാധനാ സമയത്ത് ദേവസ്വം വകുപ്പ് മന്ത്രി വാസവൻ കളിച്ചു ചിരിച്ച് തമാശ പറഞ്ഞ് കയ്യും കെട്ടി സന്നിധാനത്തിൽ നിൽക്കുന്ന കാഴ്ച എല്ലാ അയ്യപ്പ വിശ്വാസികളെയും ഞെട്ടിക്കുന്നതായിരുന്നു, നിരാശപ്പെടുത്തുന്നതായിരുന്നു. ഇടതുപക്ഷ സർക്കാർ വീണ്ടും ഹിന്ദുത്വത്തിനെതിരെ, ഹിന്ദു ദേവതകൾക്കെതിരെ അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെ വീണ്ടും കൃത്യമായ അജണ്ടയോടുകൂടി ശബരിമല സന്നിധാനത്തെ ആചാരാനുഷ്ഠാനങ്ങളെ അവഹേളിക്കുന്ന തരത്തിൽ എത്തി എന്ന് തന്നെയാണ് വിശ്വാസി സമൂഹം വാസവന്റെ ഈ നടപടിക്രമത്തോട് പരസ്യമായി തന്നെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ശബരിമല സന്നിധാനത്തിൽ മകരവിളക്കിന് ദീപാരാധന സമയത്ത് നട തുറക്കുന്ന സമയത്താണ് ജനലക്ഷങ്ങൾ ആർത്തിരമ്പുമ്പോൾ ശബരിമല ശാസ്താവിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി പടി 18 കയറി വന്ന ആളുകൾ തിക്കിത്തിരക്കി ദിവസങ്ങളോളം തമ്പടിച്ച് മകരജ്യോതി തൊഴുവാൻ വേണ്ടി, മകരദർശനം കിട്ടുവാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് മന്ത്രി വാസവൻ അലക്കി തേച്ച കുപ്പായമൊക്കെ ഇട്ട് മന്ത്രിയുടെ പത്രാസിൽ ശബരിമല സന്നിധാനത്തിൽ കയ്യും കെട്ടി കളിച്ചു ചിരിച്ച് തമാശ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഭക്തി ലെവലേശം തൊട്ടു തീണ്ടാത്ത ആളുകൾ ഭക്തിയുടെ മനുഷ്യ സമുദ്രം ആർത്തിരുമ്പുന്ന സമയത്ത് ദർശന സൗഭാഗ്യം തേടിയെത്തുന്ന ജനങ്ങളെ കളിയാക്കുന്ന തരത്തിൽ തന്നെയാണ് മന്ത്രിയുടെ ഇത്തരത്തിലുള്ള നിലപാടിന് വിമർശിക്കാൻ സാധിക്കൂ, കാണാൻ സാധിക്കൂ എന്നാണ് ഭക്തസമൂഹവും വിലയിരുത്തിയത്. എന്തിനാണ് വിശ്വാസമില്ലാത്ത ഒരാൾ ശബരിമല സന്നിധാനത്തിൽ പോയി അങ്ങനെ നിൽക്കുന്നത്? മന്ത്രിയാണെങ്കിൽ മന്ത്രിയുടെ ചുമതല നിർവഹിച്ചുകൊണ്ട് മന്ത്രിയുടെ ആസ്ഥാനത്തോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തോ കയറി ഇരുന്നെങ്കിൽ പോരായിരുന്നോ എന്ന് തന്നെയാണ് ജനങ്ങൾ ചോദിക്കുന്നത്. എന്തിനാണ് ശബരിമല സന്നിധാനത്തിൽ ആ തിരുനട തുറക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് നിന്ന് തൊഴാൻ പോലും ആ സ്ഥലത്ത് അവിടെ കയറി നിന്ന് മന്ത്രി പുങ്കവൻ മല കയറി വരുന്ന ഭക്തന്മാരെ അവഹേളിക്കുന്ന തരത്തിൽ ശബരിമല ശാസ്താവിനെയും ഹിന്ദുവിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെയും അവഹേളിക്കുന്ന തരത്തിൽ അവിടെ കളിച്ചു തിരിച്ച് കള്ളുഷാപ്പിൽ നിൽക്കുന്നത് പോലെ നിൽക്കുന്നത് എന്താണ് ജനങ്ങൾ ചോദിച്ചത്. എന്തായാലും ഹൈന്ദവ സമൂഹം, ഭക്തസമൂഹം ഇതിന് മന്ത്രിക്ക് കൃത്യമായ രീതിയിൽ മറുപടി കൊടുക്കും. അതിനി വരുന്ന ഇലക്ഷൻ കാലത്തായാലും ഉറപ്പാണ് എന്ന് തന്നെയാണ് ഇവിടെ ഹിന്ദു സമൂഹം പരസ്യമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ വികാരങ്ങളും വിചാരങ്ങളും. ഈ വിഷയത്തെക്കുറിച്ച് ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ മുൻ ചലച്ചിത്ര സംവിധായക BG തമ്പി ചില കാര്യങ്ങൾ തുറന്നു പറയുകയുണ്ടായി. ഒരു കാരണവശാലും മന്ത്രി വാസവൻ അവിടെ പോകാൻ പാടുണ്ടായിരുന്നില്ല. വിശ്വാസിയല്ലാത്ത ഒരാൾ മന്ത്രിയാകുന്നതിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ നയങ്ങളാണ്. എന്നാൽ
മന്ത്രിക്ക് വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും തന്ത്രപ്രധാനമായ അല്ലെങ്കിൽ ഭക്തിസാന്ദ്രമായ ഒരു ചടങ്ങ് നടക്കുമ്പോൾ ശബരിമലയുടെ തന്നെ ഏറ്റവും വലിയ ആട്ടവിശേഷമായ മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്ത് തിരുനട തുറക്കുമ്പോൾ തിരുവാഭരണം ചാർത്തിയ ശാസ്താവിനെ കണ്ടു തൊഴാൻ വേണ്ടി ജനങ്ങൾ എത്തുന്ന സമയത്ത് മന്ത്രി അവരെ അവഹേളിക്കുന്ന തരത്തിൽ ഹൈന്ദവന്റെ ആചാരാനുഷ്ഠാനങ്ങളെ അവഹേളിക്കുന്ന രീതി, ശബരിമല സന്നിധാനത്തിന്റെ പവിത്രതയെ അവഹേളിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ മ്ലേച്ഛമായ ഒരു പെരുമാറ്റ രീതി അവിടെ നടത്താൻ പാടുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ബി.ജി. തമ്പി പറഞ്ഞത്. ബി.ജി. തമ്പി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കി. ശബരിമല സന്നിധാനത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായ വാസവൻ മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്ത് ദീപാരാധന സമയത്ത് മകരവിളക്ക് ദർശനം നടത്തുന്ന സമയത്ത് ഭക്തരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഭക്തരെ അവഹേളിക്കുന്ന ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ അവഹേളിക്കുന്ന തരത്തിൽ നിന്നതിനെ കുറിച്ച് ബി.ജി. തമ്പി മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹത്തിന് ഭക്തിയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ നമ്മുടെ വിഷയം. ഇപ്പം നമുക്ക് കരിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ചുഴന്നു നോക്കാം, അതിനകത്ത് വെള്ളമുണ്ടോ അല്ലെങ്കിൽ അതിനകത്ത് കരിക്കുണ്ടോ എന്നൊക്കെ. ഇതിപ്പം മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ചുഴന്നു നോക്കാൻ പറ്റില്ലല്ലോ. അവിടെ ഭക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷേ ഇങ്ങനൊരു സന്ദർഭത്തിൽ, അതും ഇത്രയും പരിപാവനമായ ഒരു സ്ഥലത്ത്, ഇത്രയും പരിപാവനമായ ഒരു സമയത്ത്, ഇപ്പോൾ നേരത്തെ കാളിദാസ ഭട്ടതിരിപ്പാട് അദ്ദേഹം പറഞ്ഞതുപോലെ അയ്യപ്പസ്വാമി ഉണരുന്ന സമയം, അതായത് ഇന്നത്തെ കാലത്തല്ലേ ഇപ്പോൾ ഈ പറഞ്ഞ മണ്ഡല പൂജയും അല്ലെങ്കിൽ മണ്ഡലകാലവും ഒക്കെ ഉള്ളത്. പണ്ട് ഒരു 50 വർഷം 60 വർഷം മുമ്പ് നിങ്ങൾ ശബരിമലയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. 60 വർഷം മുമ്പ് ശബരിമലയിൽ നട തുറക്കുന്നത് മകരവിളക്ക് സമയത്ത് മാത്രമാണ്. ആ സമയത്ത് മാത്രമാണ് വർഷത്തിൽ ഒരു പ്രാവശ്യം നട തുറക്കുന്നത്. ഞാൻ പറയുന്നത് ഒരു കാലങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് കേട്ടോ. അതായത് ഈ പുതിയ ശബരിമല, അതായത് പുതിയ വിഗ്രഹ പ്രതിഷ്ഠയും പുതിയ കൊടിമരവും ഒക്കെ വരുന്നതിന് മുമ്പുള്ള ഓല കെട്ടിയ അമ്പലമായിരുന്നല്ലോ ശബരിമല. ആ കാലഘട്ടത്തിൽ മകരവിളക്കിന് ആ സമയത്ത് മകരസംക്രമ സമയത്താണ് ശബരിമല നട തുറക്കുന്നതും സംക്രമ സമയത്താണ് അഭിഷേകം നടക്കുന്നതും. അവിടെയാണ് നെയ്യഭിഷേകം. ആ നെയ്യഭിഷേകം നടക്കുന്ന എത്രയോ കാലങ്ങളായി തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തുവിടുന്ന നെയ്ത്തേങ്ങ അതായത് ഇപ്പോഴും നെയ്ത്തേങ്ങയിൽ നിന്ന് നേരെ നെയ്യ് അഭിഷേകം ചെയ്യുന്നത് ഈ മകര സംക്രമ സമയത്ത് മാത്രമാണ്. ബാക്കിയെല്ലാം മറ്റു പാത്രങ്ങളിലേക്ക് പകർന്നിട്ട് അതിൽ നിന്നാണ് അഭിഷേകം ചെയ്യുന്നത്. ഈ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തു വിടുന്ന നെയ്ത്തേങ്ങ മാത്രമാണ് നെയ്ത്തേങ്ങ പൊട്ടിച്ച് നെയ്ത്തേങ്ങയിൽ നിന്ന് നേരിട്ട് ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് അഭിഷേകം ചെയ്യുന്നത്. ഇതാണ് പണ്ട് കാലങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഭഗവാൻ ഉണരുന്ന, അതായത് സമാധിസ്ഥനാണ്, അവിടെയുള്ള ധർമ്മശാസ്താവ് സമാധിസ്ഥനാണ്. ആ സമാധിസ്ഥനായ ധർമ്മശാസ്താവിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പസ്വാമി, നേരത്തെ ശ്രീ കാളിദാസ് ഭട്ടതിരിപ്പാട് പറഞ്ഞതുപോലെ മണിമണ്ഡപം എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ജീവസമാധിയായിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മചൈതന്യം ഈ ധർമ്മശാസ്താവിൻ്റെ വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ചതാണ്. അതാണ് ശബരിമലയുടെ പ്രത്യേകത. അപ്പോൾ അവിടെ ധർമ്മശാസ്താവ് ഉണരുന്ന സമയമാണ് ഈ മകരസംക്രമ സമയം. അതുമുതൽ 5 ദിവസമാണ് നമ്മൾ അവിടുത്തെ മറ്റ് ചടങ്ങുകളെല്ലാം ഉള്ളത്. അദ്ദേഹം യോദ്ധാവിൻ്റെ ഭാവത്തിൽ, അതായത് ഈ തിരുവാഭരണം നോക്കിയാൽ നിങ്ങൾക്കറിയാം, സന്യാസി രൂപത്തിലുള്ള ആളല്ല തിരുവാഭരണത്തിലുള്ളത്. കൊമ്പം മീശയും വാളും ആയുധങ്ങളുമായിട്ട് യോദ്ധാവാണ് ശബരിമലയിലെ തിരുവാഭരണത്തിലുള്ള ധർമ്മശാസ്താവായ അയ്യപ്പൻ. ആ അയ്യപ്പസ്വാമി ഉണരുന്ന സമയമാണ്. ഇത്രയും പരിപാവനമായ ഒരു മുഹൂർത്തത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു നോക്ക് ഭഗവാനെ കാണാൻ വേണ്ടി കാത്തുകെട്ടി കിടക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എല്ലാ ചാനലുകളും ഇതൊരു വളരെ ലൈവ് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കോടിക്കണക്കിന് രൂപ പല ചാനലുകളും നേടിയെടുക്കുന്നൊരു സന്ദർഭം കൂടിയാണത്. എല്ലാവരും അവരുടെ വീടുകളിൽ ഭക്തി പുരസ്സരം ഇരുന്ന് ഭഗവാന്റെ ആ മകര സംക്രമം കഴിഞ്ഞിട്ടുള്ള ആ നട തുറക്കുന്ന സമയം, ദീപാരാധന തുറക്കുന്ന സമയം, പ്രാർത്ഥനയോടെ വീട്ടുകളിൽ നിന്ന് TV നോക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അവിടെയാണ് ഇത്തരമൊരു വ്യക്തി, ശ്രീ വാസവൻ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് മന്ത്രി, മറ്റെന്തു ആയിക്കൊണ്ട് പോട്ടെ, ദേവസ്വം ഭരിക്കുന്ന മന്ത്രി അവിടെ ഈ വളരെ നികൃഷ്ടമായ രീതിയിൽ വളരെ പുച്ഛത്തോടുകൂടി ഭഗവാനെ ഒരു നോക്ക് വണങ്ങാൻ പോലും തയ്യാറാകാതെ കയ്യും കെട്ടി നോക്കി നിന്നത്, അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഒരു ഭക്തനായ ഒരാൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഹിന്ദു സമാജത്തിലുള്ള ഒരാൾക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി അദ്ദേഹത്തിനുള്ളിൽ ഭക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മുടെ അടുത്ത വിഷയമാണ്. ബാക്കി നിൽക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ത് ഭക്തിയോടെ തൊഴിൽ നിൽക്കുന്നു? തമിഴ്നാട്ടിലെ ദേവസ്വം ബോർഡ് മന്ത്രി ശേഖർ ബാബു എന്ത് ഭക്തിയോടെ അദ്ദേഹം തൊഴിൽ നിൽക്കുന്നു? ബാക്കി ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ ഭക്തിയോടെ നിൽക്കുമ്പോൾ ഇദ്ദേഹം മാത്രം ഈ ജാട പരിപാടി അവിടെ കാണിച്ചത് തീർച്ചയായിട്ടും അക്ഷന്തവ്യമായ തെറ്റ് തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. ഇതിനു മുമ്പ് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്ന് മുതലാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ ദേവസ്വം കൈയടക്കാൻ ശ്രമിച്ചത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ശ്രീ അനിൽ നമ്പ്യാർ 2018 സ്ത്രീ പ്രവേശ വിഷയം വന്നപ്പോൾ അന്നാണ് ശബരിമല അയ്യപ്പൻ്റെ ഒരു വിഷയത്തിൽ കേരളത്തിലുള്ള ആബാലവൃദ്ധം ജനങ്ങളും തെരുവിലേക്ക് ഇറങ്ങിയത് ഭഗവാന് വേണ്ടി, അല്ലെങ്കിൽ ഭഗവാന്റെ ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി. അന്നാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലായത് ഭക്തിയുടെ പേരിൽ അല്ലെങ്കിൽ ഈ ആത്മീയതയുടെ പേരിൽ ഹിന്ദുക്കൾ ഒന്നാവും, ആ ഹിന്ദുക്കൾ ഒന്നാവും, അത് തകർക്കണം, ക്ഷേത്രങ്ങളെ നശിപ്പിക്കണം, ഹിന്ദു ഐക്യത്തെ തകർക്കണം,
ഈ ആത്മീയത നശിപ്പിക്കണം. ഈ ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഈ ദേവസ്വം മന്ത്രിയായിട്ടും അല്ലെങ്കിൽ ദേവസ്വം ബോർഡുകളിലേക്കും കയറിക്കൂടിയത്. ഒരു സംശയം വേണ്ട. ഓരോ ക്ഷേത്രങ്ങളിലും ഉപദേശക സമിതി എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തരുടെ ആയിരുന്നു ഉപദേശക സമിതി. ഇന്ന് ഇതെല്ലാം കമ്മ്യൂണിസ്റ്റുകാർ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും മറ്റു ആൾക്കാർ കുറച്ച് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവിടെ അപ്പം ആ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നിർദ്ദേശമുണ്ട്, അപ്പോൾ അവിടെ പിരിച്ചുവിടുക. അപ്പോൾ അവിടെ എന്തെങ്കിലും ബഹളം ഉണ്ടായി, പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റി പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ പിന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി പുതിയൊരു കമ്മിറ്റി ഉണ്ടാക്കാം. അപ്പോൾ ഈ രീതിയിലെല്ലാം എല്ലാ ക്ഷേത്രങ്ങളെയും, നമുക്ക് ശബരിമല മാത്രമല്ലല്ലോ, ഗുരുവായൂർ എന്താ ഇപ്പം നടന്നത്? ഗുരുവായൂർ കാലങ്ങളായി നടന്നുകൊണ്ടിരുന്ന ആ ഏകാദശി ദിവസത്തെ ആ ഉദയാസ്തമന പൂജയല്ലേ ഈ കമ്മ്യൂണിസ്റ്റുകാരും തന്ത്രിയും കൂടെ ചേർന്ന് ഇല്ലാതാക്കിയത്? ഇന്ന് സുപ്രീം കോടതി അത് ചോദ്യം ചെയ്തിരിക്കുകയല്ലേ? ഇതുപോലെ ഓരോ ക്ഷേത്രങ്ങളിൽ ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ക്ഷേത്രങ്ങളിലേക്ക് ഭക്തരെ അടുപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുകയല്ലേ? ശബരിമലയിൽ തന്നെ ഇത്രയും ഭക്തർ വരണമെന്നും ശബരിമല ക്ഷേത്രം നന്നാവണമെന്നും വല്ല ആഗ്രഹമുണ്ടോ? അവിടുന്ന് 10 കാശ് എങ്ങനെ അടിച്ചു മാറ്റാമെന്നല്ലാതെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേറെ എന്തെങ്കിലും ചിന്തയുണ്ടോ? എത്രയോ ക്ഷേത്രങ്ങൾ ഈ പറയുന്നത് എന്താ, ശബരിമലയിൽ കിട്ടുന്ന വരുമാനം ഒത്തിരി എടുത്ത് ഞങ്ങൾ മറ്റു ക്ഷേത്രങ്ങളൊക്കെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ക്ഷേത്രങ്ങൾ, ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ ശോച്യാവസ്ഥയിലാണ്. ഒന്ന് എടുത്ത് നോക്കൂ. ഓരോ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ജനം TV ഒന്ന് ഇറങ്ങി നോക്കൂ, ഓരോ ക്ഷേത്രങ്ങളിൽ പോയി നോക്കൂ ഓരോ ക്ഷേത്രങ്ങളുടെ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ എന്തിനാണ് ഈ പൈസ എടുത്ത് ചിലവാക്കുന്നത്? ശബരിമലയിൽ കിട്ടുന്ന വരുമാനം എടുത്ത് അവർ ദേവസ്വം ബോർഡിന്റെ മറ്റ് ക്ഷേത്രങ്ങൾക്ക് ചിലവാക്കുന്നു പറഞ്ഞാൽ അവിടെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാരെ അവിടെ സ്റ്റാഫായിട്ട് നിയോഗിച്ചിട്ട് അവർക്ക് കൊടുക്കാനാണ് ഈ പൈസ എടുക്കുന്നത്. അല്ല ഭഗവാന്റെ ആവശ്യത്തിന് വേണ്ടിയോ ആ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയോ ക്ഷേത്ര ചടങ്ങുകൾക്ക് വേണ്ടിയോ അല്ല ചിലവാക്കുന്നത്. ദേവസ്വം ബോർഡ് തന്നെ വേണോ എന്ന് ചർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്തിനാണ് ദേവസ്വം ബോർഡ് ഇങ്ങനെ പാർട്ടിക്കാരെ കുത്തി നിറക്കാൻ ഒരു ബോർഡ്? എന്നിട്ട് അവിശ്വാസം മാത്രമുള്ളവർ അവരിതുപോലെ ആചാര അനുഷ്ഠാനങ്ങളോട് അവർക്ക് തികഞ്ഞ പുച്ഛം. എന്തിനാണ് ദേവസ്വം ബോർഡ്? ദേവസ്വം ബോർഡിൻ്റെ ആവശ്യം എന്താ? വിശ്വാസികൾ കൈകാര്യം ചെയ്യട്ടെ, ഇതിലും ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യില്ലേ? അല്ല, അത് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിന്ദു സമാജത്തിൻ്റെ ഒരു ജാഗ്രത കുറവുകൊണ്ട് സംഭവിച്ചതാണ്. ഈ ദേവസ്വം ബോർഡല്ല, അതിനു മുമ്പ് ആദ്യം ഈ പറഞ്ഞ ഒരു റിലീജിയസ് ഒരു ചാരിറ്റബിൾ ഒരു ഇതാണ് ആലോചിച്ചത്. അന്ന് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അതിനെ ശക്തിയുക്ത എതിർത്തു. അതുകൊണ്ടാണ് അത് മാറ്റിയിട്ട് ഹിന്ദു റിലീജിയസ് ഇതാക്കി മാറ്റി, അങ്ങനത്തെ ഒരു നിയമമാക്കി മാറ്റി. അവിടെയാണ് പറ്റിയ അബദ്ധം. അപ്പം മറ്റ് മതങ്ങളുടെ, ഇപ്പം ക്രിസ്ത്യൻ മതങ്ങളുടെ ആയാലും ശരി, അല്ലെങ്കിൽ മുസ്ലിം മതങ്ങളുടെ ആയാലും ശരി, അവരുടെ ആരാധനാലയങ്ങളിലൊന്നും സർക്കാരിനോ ദേവസ്വം ബോർഡോ ഒന്നും ഇല്ലല്ലോ. അവർക്ക് അവരുടേതായ സിസ്റ്റമുണ്ട്. അപ്പം ഹിന്ദുക്കളുടെ മാത്രം കൈകടത്തി വെച്ചിട്ട് അവരെ കയറി തോന്നിയവാസം കാണിക്കുകയല്ലേ ചെയ്യുന്നത്. പോട്ടെ, അവർ ഇതിനു മുമ്പ് എത്രയോ ദേവസ്വം മന്ത്രിമാർ ഇവിടെ ഇരുന്നിട്ടുണ്ട്, എത്രയോ ഭക്തിയോടുള്ള ആൾക്കാർ ഇവിടെ ഇരുന്നിട്ടുണ്ട്, എത്രയോ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇരുന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് 1-2 പ്രാവശ്യം ഇരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരൊക്കെ ഇതിനെ മന്ത്രിക്ക് അപ്പുറമാണ് കാണിച്ചത്. പക്ഷെ എന്തായാലും ഇപ്പം അഡ്വക്കേറ്റ് ശ്രീ പ്രശാന്ത് എന്നാൽ തികഞ്ഞ ഭക്തനാണ്. അദ്ദേഹം ഭക്തിയോടുകൂടി തന്നെയാണ് അദ്ദേഹം ശബരിമലയുടെ ഓരോ കാര്യങ്ങളും നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഭഗവാൻ അദ്ദേഹത്തിന് നല്ലൊരു മണ്ഡലകാലം അദ്ദേഹത്തിന് സമ്മാനിച്ചത്. കാര്യം അത് അദ്ദേഹത്തിന്റെ ഭക്തി കൊണ്ട് തന്നെ ആയിരിക്കാം. അതുപോലെ തന്നെ ADGP ശ്രീ ശ്രീജിത്ത്, അദ്ദേഹം വളരെ ഭക്തിയുള്ള വ്യക്തിയാണ്. പക്ഷെ മറ്റ് പല പോലീസുകാരും കാണിച്ച പല വൃത്തികേടുകളും നമ്മൾ കണ്ടതാണ്. 18-ാം പടിയിൽ പുറംതിരിഞ്ഞു നിന്ന് ഫോട്ടോഷൂട്ട് നടത്തിയതും, 18-ാം പടിയിൽ അവിടുത്തെ ഒരു ഗജവാഹനമുണ്ട്, ഗജവാഹനത്തിന് മുകളിൽ കയറിയിരുന്ന് മറ്റേ പിള്ളേർ ഈ കുതിര കളിക്കില്ലേ, കുതിര വണ്ടി പുറത്ത് നിന്ന് കളിക്കില്ലേ, അതുപോലെ കുതിര കളിക്കുന്ന പോലെ കളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് നിൽക്കട്ടെ. പക്ഷേ ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ വ്യക്തി ഒരു ഭക്തനാണ്. അദ്ദേഹം നമുക്ക് പലപ്പോഴും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളതുകൊണ്ട് അദ്ദേഹവും നല്ല, അതുപോലെ തന്നെ ഹൈക്കോടതി സ്പെഷ്യൽ കമ്മീഷണറായി നിയമിച്ച അദ്ദേഹവും ശ്രീ ജയകൃഷ്ണൻ, അദ്ദേഹവും ഭക്തനാണ്. പക്ഷെ അതുകൊണ്ടൊക്കെയാണ് ഈ വലിയ കുഴപ്പമില്ലാതെ സീസൺ കഴിഞ്ഞു പോയത്. നേരത്തെ നമ്മുടെ അദ്ദേഹം നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ ആൾ പറഞ്ഞതുപോലെ സുനിൽസ്വാമി എത്രയോ വർഷങ്ങളായിട്ട് ശബരിമലയിൽ വരുന്ന, ശബരിമലയിലെ ഓരോ കാര്യങ്ങളും അവിടുത്തെ ഓരോ നേദ്യത്തിൻ്റെ കാര്യം പോലും വളരെ ശുദ്ധതയോടുകൂടി ചെയ്യുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. കാര്യം പലപ്പോഴും നമുക്കറിയാം, അവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതില്ലേ, കഴിഞ്ഞ സീസണിൽ ഹലാൽ ശർക്കര വരെ അവിടെ വന്നു. അതുപോലെ ഓരോ കാര്യങ്ങൾ ഈ ദേവസ്വം ബോർഡ് ചെയ്തു വെക്കുമ്പോൾ അതിൽ നിന്നെല്ലാം മാറി അദ്ദേഹം കൃത്യമായിട്ട് വളരെ ശുദ്ധമായിട്ടുള്ള അരി, ശർക്കര, അങ്ങനെയുള്ള ഓരോ ഭഗവാന്റെ നേദ്യ സാധനങ്ങൾ, ഭഗവാനുള്ള ഉടയാടകൾ, അതെല്ലാം പോട്ടെ, അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് അവിടെ ശബരിമലയിൽ ഒരു ഗോശാല തുടങ്ങി പശുക്കളെ അവിടെ സംരക്ഷിക്കുന്നു. ആ പശുക്കളുടെ പാല് കറന്ന് അതാണ് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത്. പണ്ടൊക്കെ പാക്കറ്റ് പാലാണ് കൊണ്ടുവന്ന് അഭിഷേകം ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ മാറ്റി, അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. ക്ഷേത്രം എന്നൊക്കെ ശബരിമല തുറന്നിരിക്കുമോ
അന്നൊക്കെ സുനിൽസ്വാമി അവിടെ ഉണ്ടാവും. അല്ല അദ്ദേഹം ഒന്ന് തൊഴുന്നുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് ആരുടെ മനസ്സിലെ ആഗ്രഹമല്ലേ? നമ്മളിപ്പോൾ ശബരിമലയിൽ പോയാൽ അവിടെ പൂജ നടക്കുമ്പോൾ തൊഴണമെന്നുള്ളത് നമ്മുടെ മനസ്സിലെ ആഗ്രഹമല്ലേ? ഒന്ന് തൊഴുതിട്ട് പോവും, അതിൽ തെറ്റില്ല. പക്ഷെ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെയാണ് ഈ ദേവസ്വം ബോർഡും ഈ ആൾക്കാരും എല്ലാം ചേർന്ന് മിനിസ്ട്രി എല്ലാം കൂടെ ചേർന്ന് ഈ പല